നമസ്കാരം. ഒരു വ്യക്തിയിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ഈശ്വരനായി തന്നെ നൽകുന്നതിന് മുൻപ് ചില പ്രധാനപ്പെട്ടതായ സൂചനകൾ ആ വ്യക്തികൾക്ക് ലഭിക്കുന്നതാണ്. അത് പലവിധ സൂചനകളാകാം. അത് ജീവികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സസ്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് സൂചനകളോ ആകാം. ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ഉപ്പനുമായി ബന്ധപ്പെട്ട സൂചനകളാണ്. ഉപ്പനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ തേടിയെത്തുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. കാരണം ഉപ്പൻ ശുഭകരമായ ഒരു പക്ഷിയാണ്. സാക്ഷാൽ ലക്ഷ്മി നാരായണ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് മുൻപ് ഉപ്പനെ കാണാവുന്നതുമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഉപ്പനെ കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ എന്ന് മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ലക്ഷ്മി നാരായണന്മാരെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തേതായ സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ വാർത്തകളാകാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ, അത് നേരത്തെ കേൾക്കുന്നതായ സാഹചര്യങ്ങൾ, നേരത്തെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യങ്ങളാകാം. ദീർഘനാളായി നിങ്ങളുമായി ബന്ധമില്ലാത്തതായ ചില വ്യക്തികൾ നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ അവരെ കാണുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സൂചനയാകാം. അത്തരം ചില കാര്യങ്ങളാകാം സംഭവിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നടക്കാത്തതിനാൽ ദുഃഖിതരായിരിക്കാം. എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. നിങ്ങൾ ദുഃഖിക്കുന്നതായ ആ വിഷമങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് കാരണമായ ആ പ്രശ്നങ്ങൾ ഒഴിയുകയും ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതാകാം. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഉപ്പനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. മറ്റ് ചില കാര്യങ്ങളായി പരാമർശിക്കുന്നത് അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങളാണ്. ആ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരാം. അഥവാ അപ്രതീക്ഷിതമായി ധനം ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് ബന്ധുക്കൾ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ നൽകാനുള്ള പണമാകാം, അല്ലെങ്കിൽ നിങ്ങളോട് നൽകാം എന്ന് പരാമർശിച്ചിട്ടുള്ള, നിങ്ങളുടെ ആവശ്യത്തിന് നൽകാം എന്ന് പരാമർശിച്ചിട്ടുള്ള ധനമാകാം. ആ ധനം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം. പല വഴികളിലൂടെയും നിങ്ങൾക്ക് ധനം ലഭിക്കാം. അത് ലോട്ടറിയുമായി ബന്ധപ്പെട്ടാകാം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ലാഭം വർദ്ധിക്കുന്നതാകാം. ബിസിനസ് പരമായ നേട്ടങ്ങളാകാം. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ജോലിയിൽ ഉയർച്ചയാകാം. ജോലിയിൽ ഉയർച്ച നേടുന്നതുമായി ബന്ധപ്പെട്ട ധനപരമായ നേട്ടങ്ങളാകാം. നഷ്ടപ്പെട്ടു എന്ന് തീർച്ചയാക്കിയതായ പണമുണ്ടാകാം. അഥവാ അത്തരം പണം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ തിരികെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യം. ഇപ്രകാരം നഷ്ടപ്പെട്ടതായ ധനം പോലും തിരികെ ലഭിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ അതും ശുഭകരമാണ്. അഥവാ അത്തരം കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. മറ്റ് ചില സൂചനകളായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ ആഹാരം ഉണ്ടാകുന്നതാണ്. എന്നാൽ പലപ്പോഴും ഇഷ്ടപ്പെട്ടതായ ആഹാരം തന്നെ എപ്പോഴും ലഭിക്കണം എന്നില്ല. എന്നാൽ ഈ സമയങ്ങളിൽ ഉപ്പനെ കണ്ടതിന് ശേഷം തീർച്ചയായും അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരാം. നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നതായ ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ചില കാര്യങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാം. ആ വ്യക്തികൾ നിങ്ങളെ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കാത്തതായ വ്യക്തികളാകാം. അവരിൽ നിന്നും സഹായമോ പിന്തുണയോ ലഭിക്കാം. കൂടാതെ നിങ്ങൾ പാചകം ചെയ്ത ആഹാരത്തിന് വളരെയധികം രുചി വന്നു ചേരാം. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. മനസമാധാനത്തോടെ പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല ടെൻഷനുകളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും.
പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യമുണ്ട് എങ്കിലും സമാധാനം, സന്തോഷം ജീവിതത്തിലേക്ക് വന്നു ചേരും. തന്മൂലം നിങ്ങൾക്ക് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. ഇത്തരം കാര്യങ്ങളും സംഭവിക്കാം. മറ്റു കാര്യങ്ങളായി പരാമർശിക്കുന്നത് ആഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അതിൽ ചിലതെങ്കിലും നടക്കുകയോ അനുകൂലമായ സാഹചര്യങ്ങൾ നടക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. ചിലപ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചതായ കാര്യമോ നിങ്ങൾ മറന്നതായ കാര്യമോ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യം നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും എന്നതാണ് വാസ്തവം. കാരണം അത്ഭുതകരമായി പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അതുമൂലം ധനപരമായ നേട്ടങ്ങളോ സന്തോഷകരമായ നിമിഷങ്ങളോ ബിസിനസ് പരമായോ തൊഴിൽപരമായോ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. മറ്റു ചില കാര്യങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടാകാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ കാര്യങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതലായും ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ടെൻഷനുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. അത്തരം ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും അവരുമായി ബന്ധപ്പെട്ട് ധനപരമായോ അല്ലാതെയോ നേട്ടങ്ങൾ നിങ്ങൾക്ക് അഭിമാനം തോന്നുവാൻ സാധിക്കുന്നതായ ചില പ്രവൃത്തികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വരാം. ഉപ്പനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പരാമർശിക്കുന്നത് തുളസിക്ക് അടുത്തായി കാണുന്നതാണ്. ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള വീടുകളിൽ ധാരാളമായി വളരുന്ന സസ്യം കൂടിയാണ് തുളസി. തുളസി വളരുന്നു എങ്കിൽ അവിടെ ലക്ഷ്മി നാരായണ സാന്നിധ്യവും ഉണ്ടാകും എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഉപ്പനെ തുളസിക്കടുത്തായി കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ വലിയ നേട്ടങ്ങൾക്കുള്ള സാധ്യതയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അവർക്ക് വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽപരമായോ ബിസിനസ് പരമായോ നേട്ടങ്ങൾ കൊയ്യാം, അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ഇത് സന്താനങ്ങൾക്കും ബാധകമാണ്. അത്തരം കാര്യങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. കൂടാതെ അവരാൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ മനസ്സ് നിറയുന്നതായ പല പ്രവൃത്തികളും അവരുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ഇത്തരം ചില കാര്യങ്ങൾ ഓർമ്മയിൽ എന്നെന്നും സൂക്ഷിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളുമായി ആകാം. കൂടാതെ അവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രധാനമായും അവരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാം. വസ്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കാം. ആഹാരമാണ് എങ്കിലും ലഭിക്കാം. ഇത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ, നിങ്ങൾക്കിടയിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതായ സാഹചര്യങ്ങൾ, തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ, ഇത്തരത്തിൽ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ. അത്തരം തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുക, ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇത്തരത്തിൽ ഉപ്പനെ കാണുന്നതുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങളാണ് വന്നു ചേരുക, അല്ലെങ്കിൽ ശുഭകരമായ മുഹൂർത്തങ്ങളായിരിക്കും ജീവിതത്തിലേക്ക് വന്നു ചേരുക. അത് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളാകാം. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ഉപ്പനെ കാണും. അതിനാൽ തീർച്ചയായും ഉപ്പനെ കാണുകയാണ് എങ്കിൽ അടുത്ത ദിവസമോ അന്നേ ദിവസമോ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. അന്നേ ദിവസം നെയ്വിളക്ക് വീടുകളിൽ തെളിയിച്ച് നാരായണനാമം ജപിക്കുന്നതും അതീവ ശുഭകരമാണ്.